സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സിൽക്കി ആവോലി എന്ന് പറഞ്ഞൊരു മീനാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് വളരെ വില കുറവാണ്. 150-160 രൂപ ഉള്ളൂ കിലോയ്ക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയുള്ളൊരു കറി റെഡിയാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു അരക്കില മീനാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പ് വെച്ച് ആ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് ഒരല്പം ഉലുവ ഇടാം. ആ ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പം ഒരു 4-5 പച്ചമുളക്, അല്പം വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി അരിഞ്ഞത്, സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റാം. ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 4-5 അല്ലി കുടപ്പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഇത് തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിള കയറിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇറങ്ങി ഈ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സിൽക്കി ആവോലിയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രേവി ഒന്ന് ശരിക്ക് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയിലെല്ലാം നല്ലോണം മുക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് മീനൊക്കെ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് സെർവ് ചെയ്യാം. നിമിഷം നേരം കൊണ്ട് ഞൊടിയിടയിൽ നമ്മുടെ അടിപൊളി സിൽക്കി ആവോലി കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് ഈ മീൻ. വില കുറവുമാണ്. ഒരു നല്ല രുചികരമായിട്ടുള്ള ഒരു മീനാണ്. ഇതേപോലെ നമുക്ക് നല്ല സൂപ്പർ ഗ്രേവിയോട് കൂടി അടിപൊളിയായിട്ട് നമുക്കിത് കറി വെച്ചെടുക്കാൻ പറ്റും. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് വയറ് നിറച്ചുണ്ണാം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സുഹൃത്തുക്കളെ. ഇതേപോലെ വ്യത്യസ്തമായിട്ട് ഒരു വിഭവമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും താങ്ക് യു.